ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 19 ആയിട്ടുണ്ട്. 45 ദിവസമാണ് കേട്ടോ ഇപ്രാവശ്യത്തെ വെയിറ്റ് ലോസ് ചാലഞ്ച്. ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് മക്കളാണ് കേട്ടോ ഫുൾ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഞാൻ അപ്പുറത്തെ വർക്ക് ഏരിയയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും എന്നെ തന്നെ അല്ലേ കാണിച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഇന്ന് മക്കളൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് അവരുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണ് കേട്ടോ. ടൂറെന്ന് പറഞ്ഞാൽ അവർ രാവിലെ പോയിട്ട് ഈവനിങ് ആകുമ്പോഴേക്കും എത്തും, ചെറിയൊരു ട്രിപ്പ്. അപ്പോൾ മൂത്ത ആൾ 4th സ്റ്റാൻഡേർഡിലും രണ്ടാമത്തെ ആൾ 2nd സ്റ്റാൻഡേർഡിലും ആണ് കേട്ടോ. അപ്പോൾ രണ്ടാൾ 2 സ്ഥലത്തേക്കാണ് പോണത്. ഒരാൾ കുറ്റ്യാടി ഒരു എന്തോ ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് മൂത്ത ആൾ പോണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് സ്കൂളിൽ 8 മണിക്ക് എത്തണം, 8 മണീൻ്റെ മുന്നേ എത്തണം. 8 മണിക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവന് നേരത്തെ പോകണം കേട്ടോ. രണ്ടാമത്തെ ആൾക്ക് ഗോതീശ്വരം ബീച്ച് അവിടേക്കാണ്. അപ്പോൾ എന്താ പറയുക, നോർമൽ ടൈമിൽ ഒരു 8:30 8:45 ആകുമ്പോഴേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂത്ത ആൾ തിരിച്ചെത്താൻ 5 മണി കഴിയും. രണ്ടാമത്തെ ആൾ നോർമൽ സ്കൂൾ ടൈമിൽ, ഇവർക്ക് 3:10 സ്കൂൾ വിടുക, ആ ഒരു ടൈമിൽ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. തലേന്ന് എന്നെക്കൊണ്ടും സുജീനെ കൊണ്ടും ഒക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ലേസായിട്ടും പ്രിങ്കിൾസായിട്ടും ഒക്കെ എന്നെക്കൊണ്ടും വാങ്ങിപ്പിച്ചു. പിന്നെ ഫ്രൂട്ടി അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ സുജീനെ കൊണ്ട് കുറേ ചോക്ലേറ്റ്സും അതൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിന് കൊടുക്കാനാണ്, ഷെയർ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ എന്നെ പാക്ക് ചെയ്തോളൂ, ഇനി മമ്മ അത് വെച്ചില്ല, മമ്മ ഇത് വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വരില്ലല്ലോ. അപ്പോൾ അവരെന്നെ ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു പണിയേ ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഞാൻ അവർക്ക് കഴിച്ച് പോകാനുള്ള ഫുഡ് മാത്രമേ എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കറി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർക്ക് ദോശ ആയാൽ പിന്നെ അങ്ങനെ ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിച്ച് നല്ല ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് ടൂറിന് പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൂത്ത ആൾക്ക് 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണം. രണ്ടാമത്തെ ആൾക്ക് അത്ര നേരത്തെ അവിടെ എത്തണ്ട. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവന് മൂത്ത ആളെ അവിടെ ഇറക്കിയിട്ട് പിന്നെ സുജിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പോവാം, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ ആളെ ഇവിടെ സ്കൂളിൽ വീണ്ടും ഡ്രോപ്പ് ചെയ്യാമെന്നുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ റെയ്നുവിനെ ഇറക്കി ആര്യന് ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ആര്യൻ്റെ ഫ്രണ്ട്സ് ആരോട് വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവനും ഇറങ്ങാൻ വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ സുജീൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് സുജി ഈ ഒരു പുതിയ ഗോപ്രോ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ടിൻ്റെ കയ്യിൽ പെട്ടുപോയി, ഫ്രണ്ടിൻ്റെ കാറിൽ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പതുക്കെ ഞങ്ങളിതാ വീണ്ടും സ്കൂളിലേക്ക് തന്നെ പോവാണ്. പിന്നെ ഇവനെ ഡ്രോപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ചേച്ചിമാരോടും ഒക്കെ ചോദിച്ചു, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം അവന് ഓടിപ്പോവുകയാണ് ക്ലാസ്സിലേക്ക്. അങ്ങനെ ഇതാ മൂത്താൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ബാക്കിൽ ഇരുത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളെ ഇറക്കി സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ എന്തോ ഒരു സമാധാനമാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്കൂളിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണ് മക്കളെന്നൊക്കെ കേട്ടാൽ തിരിച്ചെത്തുന്നവരെ എന്തോ ഒരു ഇടങ്ങേറ് കേട്ടോ. എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും തിരിച്ച് വീട്ടിലെത്തി. ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വെയിറ്റ് 85.25 ആണ് കേട്ടോ. കൂടിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും നോക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഞാനും സുജിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. സുജി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടുണ്ട്, എന്തൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വേഗം തന്നെ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെൻ്റെ ചായ അല്ല കേട്ടോ, സുജിൻ്റെ ചായയാണ്. ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഇഡ്ഡലിയും ചട്നിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം ഞാൻ റൈസ് കഴിക്കുന്നതുകൊണ്ടാണ് മെയിൻലി എൻ്റെ വെയിറ്റ് കുറയാത്തത് എന്നുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, അത് കഴിക്കാണ്ടിരിക്കാൻ ആ കൊതി അങ്ങോട്ട് വിടുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കഴിക്കില്ല എന്നൊക്കെ ഉള്ളൊരു ദൃഢപ്രതിജ്ഞയിലാണ് ഞാനുള്ളത് കേട്ടോ.
അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് സുജിത വേഗം സുജിൻ്റെ പാർട്ട്ണർ കൂട്ടാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ സുജി വേഗം കയറിപ്പോയി. ഇന്ന് കുറച്ച് ലേറ്റായോ എന്നൊക്കെയുള്ള ഇതിൽ ഓടിച്ചാടി പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും. പിന്നെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഞാൻ വേഗം ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത്. കുറച്ച് പച്ചമുളക്, ക്യാരറ്റ്, തക്കാളി അങ്ങനെയൊക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ചിക്കന് ഇങ്ങനെ വാങ്ങാനായിട്ട് ചെയ്യുക ഇൻസ്റ്റാമാർട്ടിൽ. അല്ല ഇങ്ങനെ വാങ്ങി വെച്ചാൽ ഓരോ പാക്കറ്റ് എടുത്താൽ മതി. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഉച്ചയായപ്പോഴാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തത്. ഇത് മറ്റേ കൂർക്കലില്ലേ അതിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ചെടുത്തു. ഞാൻ ഇന്ന് ചോറ് ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് കേട്ടോ. പിന്നെ വീട്ടിൽ മത്തൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കുറച്ച് തൈര് കൊടുത്തിട്ട് മൊത്തം അങ്ങോട്ട് കൂട്ടിക്കുഴച്ച് കഴിച്ചു. എങ്ങനെയെങ്കിലും ആ ചോറിൻ്റെ ആ ഒരു ആക്രാന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാനിതാ ചെറിയ ആൾ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ പിക്ക് ചെയ്ത് വന്നു കേട്ടോ. ഇന്ന് 2 വട്ടം പോകണം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ എനിക്ക് 2 ആൾ ഒരുമിച്ചല്ലേ സ്കൂളിൽ നിന്ന് വിടുക. അപ്പോൾ ഇന്ന് ചെറിയ ആൾ ആദ്യം പിക്ക് ചെയ്ത് വന്നു. അവൻ ഭയങ്കര ടയേർഡായിട്ട് മുഖമൊക്കെ എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ ഞാൻ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും അവൻ മൂത്താളെ പിക്ക് ചെയ്യാൻ പോയി. അവൻ 5 മണി ആയപ്പോഴും വന്നില്ല കേട്ടോ. ഒരു 5:30 ഒക്കെ ഏകദേശം ആയപ്പോഴാണ് അവൻ്റെ സ്കൂളിലെത്തിയത്. അപ്പോൾ അവനും പിക്ക് ചെയ്ത് ഞാൻ എന്തൊക്കെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടില്ല കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കിയതോ തോന്നുന്നുണ്ട്. ഭയങ്കര ഷൈയാണ്. പിന്നെ ഒന്നാമത് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. മുഖമൊക്കെ എന്തോ പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ പിക്ക് ചെയ്ത് വന്നപ്പോൾ സുജി വീട്ടിലെത്തിയിരുന്നു കേട്ടോ. സുജിക്ക് ഇന്ന് വാഗമൺ പോകാനുണ്ട്. ചെറിയൊരു ഓഫ് റോഡ് പരിപാടി ഉണ്ട് അപ്പോൾ നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി പാക്ക് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി പോവുകയാണ് കേട്ടോ. ഇനി 2 ഡേയ്സ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഇതൊരു വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ പോവാണ്, ഇറങ്ങുകയാണ്. അപ്പോൾ സുജിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. സുജി കുളിച്ച് മാറി. പിന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം സുജിക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യണമല്ലോ. പിന്നെ ഓഫ് റോഡ് പരമായിട്ട് വണ്ടിൻ്റെ അതെവിടെ ഇതെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറേ സാധനങ്ങൾ ഏൽപ്പിക്കും കേട്ടോ. വണ്ടിൻ്റെ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ പേരൊന്നും ഇത് എന്തിനാണുള്ളതൊന്നും എനിക്ക് മനസ്സിലാവാതെ ഞാനെല്ലാം ഓരോരോ സ്ഥലത്ത് കൊണ്ടുവെക്കും. പക്ഷേ എന്നോട് എന്നിട്ട് അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഏതത് എനിക്കത് മനസ്സിലാവണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ഏതായാലും യുദ്ധമൊക്കെ കഴിഞ്ഞ് സുജി പോയി. സുജി പോകണോണ്ട് എൻ്റെ മക്കൾ ഈ വീക്കെൻഡിലും പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സുജി ചിക്കിങ്ങൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മക്കൾക്ക് ബർഗറും ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫ്രൈഡ് ചിക്കൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൊതി അടങ്ങണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ വെയിറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.